200 Newton placed against a vertical wall. Placed against a wall making an angle 60 degree. So, this smooth wall is specified. So, there may be friction. Okay. With the floor as shown in figures. Floor at 60 degree making the model ladder. Okay. The coefficient of friction between the wall and the ladder. The coefficient of friction between the wall and the ladder. The wall and ladder friction is 0.25. And that between the floor and the ladder. Ground lay it is equal to 0.35. Normally, wall friction or floor friction okay. In addition to its own weight, it has to support a man of 1000 Newton weight. Okay. Ladder already 200 Newton weight in the ladder weight will be acting at the midpoint. So, it will be 3 meter midpoint and 1.5 meter we will have 200 Newton weight. 200 Newton weight. Okay. And another man the weight is 1000 Newton weight acting. Okay. At the top, 8 top man. Calculate the normally the slip tendency. Okay. Calculate the horizontal force P to apply to the ladder at the floor to prevent the slipping. We have ladder in the molar ladder slip apply and the force and they have given the force is applied at the bottom. Force is applied at the floor level. The floor level is the force applied. The force applied. Ladder slip question 3 meter long ladder having a weight 200 Newton placed against a vertical wall with an angle 60 degree. Okay. The coefficient of friction on the side the wall is 0.25 and for the floor it is 0.35. A man weighing 1000 Newton is at the top point. 1000 Newton weight top point and we have to apply a force P for the ladder not to slip. Slip ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സിന്റെ വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഴയ പോലെ തന്നെ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. സിഗ്മ Fx equal to 0, sigma Fy equal to 0, sigma M is equal to 0. Okay, M എന്ന് പറയുന്നത് either MA or B. ഏത് വേണം എടുക്കാം. സിഗ്മ അറ്റ് പോയിന്റ് MA or B. B കേസിൽ നമ്മൾ ഏത് പോയിന്റിൽ എടുക്കും? മൊമെന്റ് അറ്റ് A or B എന്ന് ചോദിച്ചാൽ ഏത് പോയിന്റ് എടുക്കും? നമ്മളെപ്പോഴും B എന്നുള്ള പോയിന്റ് എടുക്കാം. കാരണം എന്താ? നമുക്ക് റിക്വയർമെന്റ് എന്താ? അവർ റിക്വയർമെന്റ് ഇസ് ടു ഫൈൻഡ് ദ ഫോഴ്സ് P. P എന്നുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ റിക്വയർമെന്റ്. ഓക്കെ, നമ്മുടെ റിക്വയർമെന്റ് ഫോഴ്സ് P ആയതുകൊണ്ട് വി വിൽ ബി ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് പോയിന്റ് B. പോയിന്റ് എയിൽ എടുത്താൽ പ്രശ്നം, പോയിന്റ് എയിൽ എടുത്താൽ പോയിന്റ് എയിലെ P എന്നുള്ള ഫോഴ്സിന് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല മീൻസ് പോയിന്റ് എയിലെ ഇക്വേഷൻ എടുത്താൽ ആ ഇക്വേഷനിൽ P എന്നുള്ള ഒരു ടേം ഉണ്ടായിരിക്കില്ല. പോയിന്റ് എയിലെ മൊമെന്റ് എടുത്താൽ ആ ഇക്വേഷനിൽ P എന്നുള്ള ഒരു ടേം ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് P എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ പോയിന്റ് എയിലെ മൊമെന്റ് എടുത്താൽ നമുക്കൊരു നമ്മുടെ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ വി വിൽ ബി ടേക്കിംഗ് ദ മൊമെന്റ് അറ്റ് പോയിന്റ് B. ഇതൊരു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കണം. നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കണം. ഒന്നുകൂടി ചോദിച്ചേക്കാം. അതൊക്കെ നമ്മൾ ക്ലിയർ ആയി പോകണല്ലോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ചോദിച്ചേക്കാം. ഫ്രിക്ഷൻ ഫോഴ്സ് ഒക്കെ ഏത് ഡയറക്ഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പ്രണവ്, PK. പ്രണവ് PK. എല്ലാ ദിവസവും ഒന്നും പറയുന്നില്ലല്ലോ. മൈക്ക് പ്രോബ്ലം ആണ്. മൊബൈലില്ലേ പ്രണവിന്റെ കയ്യില്? പ്രണവിന്റെ കയ്യിൽ മൊബൈലില്ലേ? മൊബൈൽ രാഹുൽ മനേഷ്. ഓക്കെ, രാഹുൽ മനേഷ്, നമുക്ക് ആ ഫോഴ്സുകളൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെ ഡയറക്ഷൻ, പോയിന്റ് എയില് ഏതൊക്കെ ഫോഴ്സുകൾ വരും?
ഇപ്പൊ വരച്ചത് കൂടാതെ. ഞാൻ ലാഡറിന്റെ ക്ലാസ് ഉണ്ടായിട്ടില്ല കുറച്ച് ലൗഡർ, ലിറ്റിൽ ബിറ്റ് ലൗഡർ. സാർ ഞാൻ കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കും. സാർ ഞാൻ സാറിന്റെ ലാസ്റ്റ് 2 ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ലാസ്റ്റ് 2 ക്ലാസ് ഒന്നല്ല, കുറച്ച് കാലമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ മോസ്റ്റ് മൊഡ്യൂൾ തുടങ്ങിയത് മുതൽ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സും ഡയറക്ഷനും അതേപോലെ തന്നെ റിയാക്ഷൻ ഡയറക്ഷനും. ലാസ്റ്റ് ഇന്നലത്തെ ക്ലാസ്സിൽ നിന്ന് രാഹുൽ പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നലത്തെ ക്ലാസ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് രാഹുൽ. വേറെ ആരെങ്കിലും ഏർപ്പാടിയൊന്നും അറിയില്ല. പ്രസന്റ് മാർക്ക് ചെയ്യുന്നത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന രാഹുലിന്. സാർ ഇന്നലെ എപ്പോഴായിരുന്നു ക്ലാസ്? സാർ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നില്ലേ? ലാസ്റ്റ് പീരീഡ് ആയിരുന്നില്ലേ? 4th പീരീഡ് ആയിരുന്നില്ലേ? ഇന്നലെ 4th അവർ ആയിരുന്നു. 4th അവറിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. രാഹുല് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും. വേറെ ആരെങ്കിലും തെറ്റി മാർക്ക് ചെയ്താൽ അറിയില്ല. രാഹുലിന്റെ പേരിൽ അറ്റൻഡൻസ് മാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാഹുൽ നാളേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നാളെ നമുക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ പോയിന്റ് ആയാലും നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് വരും. 2 പോയിന്റിലും കോൺടാക്ട് വരുന്നിടത്തെല്ലാം സർഫസ് റിയാക്ഷൻ ഫോഴ്സ് ഓഫർ ചെയ്യും. പോയിന്റ് ആയാലും റിയാക്ഷൻ ഫോഴ്സ് വരും, പോയിന്റ് ബിയിലും നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് വരും. ഓക്കെ, പോയിന്റ് ആയാലും പോയിന്റ് ബിയിലും റിയാക്ഷൻ ഫോഴ്സ് വരും. ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സും ഡയറക്ഷൻ ഫ്രിക്ഷൻ ഫോഴ്സ് വരും. ഫ്രിക്ഷൻ ഫോഴ്സ് പോയിന്റ് ആയാലും ഫ്രിക്ഷൻ എങ്ങനെയാണ്? ലാറ്റർ താഴേക്ക് വീഴുകയാണെങ്കിൽ ലാറ്റർ സ്ലിപ്പ് ആവുന്ന ഏത് ഡയറക്ഷൻ ആണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് വരിക. ലാറ്റർ സ്ലിപ്പ് ആവുക മീൻസ് പോയിന്റ് എയിൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ലാറ്റർ മൂവ് ചെയ്യുക, പോയിന്റ് ബിയിൽ ടുവേർഡ്സ് ഡൗൺ ആയിരിക്കും ലാറ്റർ മൂവ് ചെയ്യുക. ഏത് ഡയറക്ഷനിലാണോ ലാറ്റർ സ്ലിപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ ലാറ്റർ താഴേക്ക് വീഴുമ്പോൾ മൂവ്മെന്റ് ഉണ്ടാവുന്നത്, ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന മോഡലിലായിരിക്കും നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. സോ അവർ ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഐ വിൽ ബി representing F, friction at the floor and reaction at the floor, RF. And this is the reaction at the wall, RW, and friction at the wall. Ladder അങ്ങോട്ട് താഴേക്ക്, ladder താഴേക്കാണ് വീഴുക. Ladder slip out means ladder താഴേക്കാണ് വീഴുക. The downward movement is opposed by the frictional forces. So I will be representing FW, friction at the wall. So this is the force. ഈ 3 സിസ്റ്റം ആണ് നമ്മൾ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. സിഗ്മ Fx = 0, സിഗ്മ Fy = 0, സിഗ്മ M = 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എ എല്ലാം എടുക്കുന്നത് സിഗ്മ B = 0 എന്ന് എടുക്കും. കാരണം റീസൺ എന്താ? അവർ എയിം ഈസ് ടു ഫൈൻഡ് ദ ഫോഴ്സ് P. ഓക്കെ, അപ്പൊ ഇതിലെ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ എന്ന് പറയുന്നത് P ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, RW ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, ആൻഡ് FF ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. സോ P + FF = RW നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഇനി വെർട്ടിക്കൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരും? വെർട്ടിക്കൽ ഫോഴ്സിൽ ഏതൊക്കെ വരിക? FW വെർട്ടിക്കലാണ്, RF വെർട്ടിക്കലാണ്, 200 വെർട്ടിക്കലാണ്, 1000 വെർട്ടിക്കലാണ്. സോ 1000 + 200 = RF + FW. That is the equation for vertical force. Now we are taking the moment about the point B. Point B with respect എടുക്കുമ്പോൾ 3 ഫോഴ്സ് ഉണ്ടാവില്ല. 1000 ഉണ്ടാവില്ല, RW ഉണ്ടാവില്ല, FW ഉണ്ടായിരിക്കില്ല. കാരണം all the 3 forces are acting on the point B. ആ 3 ഫോഴ്സും പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്ന ആ 3 ഫോഴ്സിനും മൊമെന്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ആൻഡ് ദ റിമൈനിങ് ഫോഴ്സ് 200 Newton, P, FF and RF, all these will have the moment. Moment is equal to force in the perpendicular distance. ഇപ്പൊ 200 ലൈൻ ഓഫ് ആക്ഷൻ, 200 ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ this is the 200 ലൈൻ ഓഫ് ആക്ഷൻ and this is perpendicular distance between the point B. This is the perpendicular distance between 200 and point B. നമുക്ക് എത്രയായിരിക്കും ഈ ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യം? ഓക്കെ, വാട്ട് വിൽ ബി ദി ഡിസ്റ്റൻസ്? ഇത് 1.5 ആണ്, ഇത് ആംഗിൾ 60 ആണ്. സോ വി ക്യാൻ റൈറ്റ് cos 60 = നമ്മുടെ റിപ്പയർ സൈഡ് x എന്ന് പേര് കൊടുക്കും, x / 1.5 എന്ന് എഴുതാം, or x = 1.5 cos 60. So I can write the moment as 200 × 1.5 cos 60 എന്ന് എഴുതാം. ഫസ്റ്റ് മൊമെന്റ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് RF ആണ്. സെക്കൻഡ് ഫോഴ്സ് RF ആണ്. RFന്റെ ലൈൻ ഓഫ് ആക്ഷൻ എവിടെയാണ്? RFന്റെ ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. This is the line of action for RF, and this is the perpendicular distance between RF and point B. Point B യും RF ഉം തമ്മിലുള്ള perpendicular distance ഇതാണ്. So what will be the distance? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? AC എന്നുള്ള വാല്യൂ എത്രയായിരിക്കും? So again AC = 3 cos 60. നേരത്തെ 1.5 ഉള്ളടത്ത് ഇത് ഫുൾ ലെങ്ത് ആയി, അപ്പൊ ഇത് 3 cos 60. BC എത്രയായിരിക്കും? BC = 3 sin 60. ഓക്കെ, അപ്പൊ നമ്മളെ അടുത്ത മൊമെന്റ് RF മൊമെന്റ് ടു RF എന്ന് പറയുന്നത് RF × 3 cos 60 is the
second moment. That is a point B യുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ്. That is a clockwise moment. Okay. And what about P? P ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? P ലൈൻ ഓഫ് ആക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ P will be acting with respect to point ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ it is ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. So P into 3 sin 60 FF into 3 sin 60. ഇത്രയാണ് നമുക്ക് മൊമെന്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്കൻഡ് പോർഷൻ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ പോർഷൻ ക്വസ്റ്റ്യൻ അത് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാം. If a force P is not applied, okay, force apply ചെയ്തിട്ടില്ലെങ്കിൽ what should be the minimum inclination of the ladder with the horizontal? Okay, നമ്മൾ നോർമലി ഒരു വാളിൽ ലാഡർ വെക്കും. ആദ്യം നമ്മൾ എങ്ങനെ വെക്കും? സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് വെച്ചെങ്കിൽ കുറച്ചും കൂടി ഇൻക്ലിനേഷൻ കൂട്ടി ഓക്കെ, അപ്പോൾ ഇൻക്ലിനേഷൻ കൂട്ടി വെച്ചിട്ട് what should be the minimum inclination of the ladder with the horizontal so that there is no slipping? അപ്പോൾ സെക്കൻഡ് കേസിൽ P ഇല്ല, and they have also not given the angle theta. സെക്കൻഡ് കേസിൽ നമുക്ക് we don't have the value of P, but they haven't given the value theta. Okay, അപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് വീണ്ടും ഇതേ സെയിം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്, ബട്ട് വി ഡോണ്ട് ഹാവ് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റ ഇല്ലാത്ത ഒരു കേസിലാണ് നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അതിലും നമ്മൾ എടുക്കുന്ന 3 ഇക്വേഷൻ തന്നെയാണ് സിഗ്മ എഫ് എക്സ് ഇക്വൽ 0, സിഗ്മ എഫ് ഐ ഇക്വൽ 0, സിഗ്മ എം ഇക്വൽ 0. 3 ഇക്വേഷൻ നമ്മൾ എടുക്കണം. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് റെഫറൻസ് ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ റെഫറൻസ് ഫിഗർ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് റെഫറൻസ് ഫിഗർ. ദിസ് വി ആർ അപ്ലൈയിങ് ദ വാല്യൂ P 1000 ന്യൂട്ടൺ FW RW FF RF. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ P റിമൂവ് ചെയ്തു, പകരം തീറ്റ എത്രയാണ് നമുക്കറിയില്ല. സോ നമ്മൾ വിൽ ബി റൈറ്റിംഗ്, നമുക്ക് ഇവിടെ ഈ ഡിസ്റ്റൻസ് നമ്മൾ 200 ഇൻറ്റു നേരത്തെ എഴുതിയത് 1.5 cos 16 എഴുതിയത്, അതിന് പകരം ഞാനിപ്പോൾ എഴുതും 1.5 cos ആൽഫ എന്ന് എഴുതും. And this distance, AC distance ഞാൻ എങ്ങനെ എഴുതും? AC distance 3 cos alpha. BC will be written as 3 sin alpha. അപ്പോൾ എല്ലാത്തിനും ഒരു ആൽഫ ഉണ്ട്. ആ ആൽഫയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ആൽഫയുടെ വാല്യൂ നമുക്ക് ഫൈനൽ ആയിട്ട് സോൾവ്. അപ്പോൾ ഫസ്റ്റ് കേസ് എടുത്തു. ഈ ഫിഗർ വരയ്ക്കുക എല്ലാവരും. ഈ ഫിഗർ വരച്ചിട്ട് സിഗ്മ എഫ് എക്സ് ഇക്വൽ 0, സിഗ്മ എഫ് ഐ ഇക്വൽ 0, സിഗ്മ എം ഇക്വൽ 0 ഇക്വേഷൻസ് എഴുതാം. വേഗം ആയിക്കോട്ടെ. ഈ ഫിഗർ വരച്ചിട്ട് സിഗ്മ എഫ് എക്സ് ഇക്വൽ 0, സിഗ്മ എഫ് ഐ ഇക്വൽ 0, സിഗ്മ എം ബി ഇക്വൽ 0 കേട്ടോ. സിഗ്മ എഫ് എക്സ് ഇക്വൽ വേഗം എഴുതിയിട്ട് ഓരോരുത്തർ ചോദിക്കാം, അയാൾ പറഞ്ഞാൽ മതി. സിഗ്മ എഫ് എക്സ് ഇക്വൽ 0, സിഗ്മ എഫ് വൈ ഇക്വൽ 0, സിഗ്മ എം ബി ഇക്വൽ 0. ഈ റോസ്മേതം ഗ്യാപ്പ് ഇട്ടോ. ഈ ഫിഗർ മാത്രം വരച്ചിട്ട് ഈ 3 ഇക്വേഷൻ എഴുതാം. സിഗ്മ എഫ് എക്സ് ഇക്വൽ 0 എന്നുള്ള ഇക്വേഷൻ എഴുതാം, സിഗ്മ എഫ് ഐ ഇക്വൽ 0 എന്നുള്ള ഇക്വേഷൻ എഴുതാം, സിഗ്മ എം ബി എന്നുള്ള ഇക്വേഷൻ ഇക്വൽ 0 എന്ന് എഴുതാം. കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇക്വൽ ടു μ1 ഇൻറ്റു RF എന്ന് എഴുതാം. ഇവിടെ വേണമെങ്കിൽ μ2 ഇൻറ്റു RW എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡിസ്റ്റൻസുകളൊക്കെ നമുക്ക് എഴുതാം. ദിസ് ഈക്വൽ ടു 3 cos 60 and this distance equal to 3 sin 60 and this distance will be 1.5 cos 60. Okay, വേഗം സിഗ്മ എഫ് എക്സിന്റെ ഇക്വേഷൻ ഇക്വൽ 0 എഴുതാം, സിഗ്മ എഫ് ഐ ഇക്വൽ 0 എഴുതാം, സിഗ്മ എം ബി ഇക്വൽ 0 എന്ന് എഴുതാം. 3 ഇക്വേഷൻ എഴുതിയിട്ട് കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, ചെക്ക് ചെയ്യാം. So resolving the force horizontally, P plus FF is equal to RW, and resolving the force vertically, RF plus FW is equal to 200 plus 1000, so 1200. And we are taking the moment about the point A. So point A moment എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോയിന്റ് എയിൽ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് FW RW നമ്മൾ റിലേഷൻസ് കിട്ടും. പോയിന്റ് ബിയിൽ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ P എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പോയിന്റ് ബിയിൽ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക്
equation നമുക്ക് direct solve ചെയ്യാം. Taking the moment about point A. So point A moment 200 into 1.5 cos 60, 1000 into 3 cos 60, FW into 3 cos 60, RW into 3 sin 60. ഇതിൽ പോയിന്റ് എയിലാണ് നമുക്ക് മൊമെന്റ് എടുത്തേക്കുന്നത്. ഇവര് പോയിന്റ് എയിലാണ്. ഇപ്പൊ പോയിന്റ് ബിയിലെ മൊമെന്റ് എടുത്ത് നോക്കാം. പോയിന്റ് ബിയിലെ മൊമെന്റ് എടുത്ത് എന്താ ഇക്വേഷൻ വരാം? പോയിന്റ് ബിയിലെ മൊമെന്റ് അബൌട്ട് പോയിന്റ് ബി എടുക്കാം. ഓക്കെ, പോയിന്റ് ബിയിലെ മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് പോയിന്റ് ബിയിലെ പോയിന്റ് ബിയിലെ മൊമെന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫോഴ്സ് പി ഇൻറ്റു 3 sin 60. That's anti clockwise minus p into 3 sin 60, then minus ff into 3 sin 60 plus rf into 3 cos 60 and minus 200 into 1.5 cos 60. 1.5 cos 60. Okay. ഇത്ര നെഗറ്റീവ് സൈഡിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. പോസിറ്റീവ് സൈഡിൽ വരുമ്പോൾ RF into 3 cos 60 is equal to P into 3 sin 60 plus FF into 3 sin 60 minus plus 200 into 1.5 cos 60. നമ്മൾ എത്ര ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 1. സോ എഫ് ഓഫ് ക്യാൻ ബി റിട്ടൺ ആസ് mu into f of can be mu into rf എന്ന് എഴുതാം. f of can be written as mu into rf. So below p plus mu into rf എന്ന് എഴുതാം. And fw can be written as rf plus, so this mu1 mu2 into fw mu2 into rw എന്ന് എഴുതാം is equal to 1200. So rf rw and unknown ഉണ്ട്, പ്ലസ് അതിന്റെ കൂടെ ഒരു പിയും കൂടി ഉണ്ട്. തേർഡ് ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ? മൂന്നാമത്തെ ഇക്വേഷനിൽ RF P RF P FF വീണ്ടും FF വന്നു. FFന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. FF is equal to mu1 into RF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് മൂന്ന് ഇക്വേഷനും മൂന്ന് അൺനോണും അത് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. മൂന്ന് ഇക്വേഷനും മൂന്ന് അൺനോണും. അപ്പൊ മൂന്ന് ഇക്വേഷനും മൂന്ന് അൺനോണും എഴുതുമ്പോൾ നമുക്ക് AX പ്ലസ് BY ഈക്വൽ ടു C ആണ് നമ്മൾ രണ്ട് ഇക്വേഷൻ രണ്ട് അൺനോണുള്ള കേസിൽ ഉപയോഗിച്ചത്. ഓക്കെ, മൂന്ന് ഇക്വേഷൻ മൂന്ന് അൺനോൺ ആകുമ്പോൾ AX പ്ലസ് BY പ്ലസ് CZ ഈക്വൽ ടു D എന്നുള്ള ഫോർമുല എഴുതണം. നമ്മുടെ മൂന്ന് അൺനോണ്, ഒരു അൺനോൺ X, രണ്ടാമത്തെ അൺനോൺ Y, മൂന്നാമത്തെ അൺനോൺ Z, നാലാമത്തെ കോൺസ്റ്റന്റ്. ആ മോഡലിലേക്ക് എല്ലാ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതണം. മാറ്റി എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ മോഡലിലേക്ക് മൂന്ന് ഇക്വേഷനും മാറ്റി എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു P1 പ്ലസ് mu ഇൻറ്റു RF. ഇതിൽ RF മാത്രമേ ഉള്ളൂ, മറ്റേ RWന്റെ ന്റെ RF മൈനസ് RW is equal to 0. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് P പ്ലസ് mu1 ഇൻറ്റു RF മൈനസ് RW ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും? RF പ്ലസ് mu2 ഇൻറ്റു RW പ്ലസ് P ഒരു ടേം ഉണ്ടായിരുന്നു, ആ ടേം 0 ആണ് മൊത്തത്തിൽ. ഓക്കെ, ഈക്വൽ ടു 1200. സെക്കൻഡ് ഇക്വേഷൻ. ഈ തേർഡ് ഇക്വേഷൻ എന്ത് വരും? ഇതേ മോഡലിൽ നിന്ന് എഴുതാം. P ഇൻറ്റു 3 sin 60 പ്ലസ് FF ഇൻറ്റു 3 sin 60. ഓക്കെ, മൈനസ് ഈ RFനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. FF നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. mu1 ഇൻറ്റു RF റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എക്സ്ട്രാ ഒരു RF ഉണ്ട്. RF ഇൻറ്റു 3 cos 60
ഇതൊക്കെ സിംഗിൾ ടേം കിട്ടാം. പ്ലസ് അടുത്തെന്ന് പറഞ്ഞ് 200 into 1.5 cos 60. 200 into 1.5 cos 60. ഒരു ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ ഈക്വൽ ടു -200 into 1.5 cos 60 വരും. -200 into 1.5 cos 60 വരും. അപ്പൊ നമുക്ക് മൂന്ന് ഇക്വേഷനും 3 അൺനോൺ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിൽ കൊടുത്തിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ നമുക്ക് നോർമൽ മെത്തേഡിൽ തന്നെ പോവാം. രണ്ട് ഇക്വേഷൻ രണ്ട് അൺനോൺ വെച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇത് തൽക്കാലം പോട്ടെ, നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഓപ്ഷൻ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് ബി, മൊമെന്റ് അബൌട്ട് എ എന്നുള്ള വാല്യൂ എടുത്തു, മൊമെന്റ് അബൌട്ട് എ എന്നുള്ള വാല്യൂ എടുത്തു. ആൻഡ് substituting the value, we will getting 1100 is equal to FW plus RW into tan 60. ഇങ്ങനെ tan 60 വന്നത് ഈ cos 60 sin 60 എല്ലാത്തിനും ഡിവൈഡ് ചെയ്തു. രണ്ട് സൈഡിന് നമ്മൾ cos 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് LHS-നെയും RHS-നെയും cos 60 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ LHS-ൽ രണ്ട് cos 60 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. RHS-ൽ ഒരു cos 60യും ഒരു sin 60 ഉണ്ട്. ഈ cos 60 ക്യാൻസൽ ആയി പോകും, റിമൈനിങ് sin 60 എന്നുള്ളത് tan 60 ആയിട്ട് മാറും. ഡിവൈഡിങ് the whole side by the cos 60. So we will be getting the another equation. Another equation will be given. Okay. And നമുക്ക് അറിയാവുന്ന FW-ന്റെ വാല്യൂ FF-ന്റെ വാല്യൂ FW-ന്റെ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് RW. RW-ന്റെ വാല്യൂ കിട്ടിയിട്ട് RW-ന്റെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ P-യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കേസിൽ മൊമെന്റ് അബൌട്ട് ബി എടുക്കുകയാണെങ്കിൽ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് ആൻസർ ചെയ്യും. അല്ലെങ്കിൽ 3 ഇക്വേഷൻ വരുന്ന മെത്തേഡ് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് 2 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത്. മൊമെന്റ് അബൌട്ട് എ എടുത്താൽ നമുക്ക് 2 അൺനോണും 2 ഇക്വേഷൻ ആയിട്ട് വരും. അതിൽ നിന്ന് RW-ന്റെ വാല്യൂ കിട്ടും. ആ RW-ന്റെ വാല്യൂ വെച്ചിട്ട് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് FW. ആൻഡ് യൂസിംഗ് ദാറ്റ് FW വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ FF ആൻഡ് P. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡിൽ 2 പോയിന്റിൽ മൊമെന്റ് എടുത്താലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. 2 പോയിന്റിൽ മൊമെന്റ് എടുത്താലും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ മൊമെന്റ് അബൌട്ട് ബി ആണ് എടുക്കണമെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തെന്താ 2 ഇക്വേഷനും 2 അൺനോണും സോൾവ് ചെയ്യുന്ന മെത്തേഡുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, മൊമെന്റ് അബൌട്ട് ബി എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 അൺനോൺസ് അറ്റ് എ ടൈം വരും. 3 അൺനോൺസ് അറ്റ് എ ടൈം വരും. ഫസ്റ്റ് അൺനോൺ എന്ന് പറയുന്നത് RW ആണ്, സെക്കൻഡ് അൺനോൺ എന്ന് പറയുന്നത് RF ആണ്, തേർഡ് അൺനോൺ എന്ന് പറയുന്നത് P ആണ്. 3 അൺനോൺ വന്നു. അപ്പൊ 3 അൺനോൺ വരുന്ന കണ്ടീഷൻ അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൊമെന്റ് അബൌട്ട് എ എടുക്കാം. അപ്പൊ എ എടുക്കുമ്പോൾ എന്താ, മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ഈ തേർഡ് അൺനോണിന്റെ വാല്യൂ ആയിട്ട് പോയി കിട്ടും. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ തേർഡ് അൺനോൺ എന്നുള്ള വാല്യൂ മൊമെന്റ് അബൌട്ട് എയിൽ വരില്ല. ഓക്കെ, അപ്പോൾ ബാക്കി 2 വാല്യൂസ് യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ വെർട്ടിക്കൽ ഫോഴ്സിന്റെ ഇക്വേഷനും അതേപോലെ തന്നെ മൊമെന്റ് അബൌട്ട് എ യൂസ് ചെയ്തിട്ട് they will be finding out the value of RW. And using that RW, they are finding the value of FW. And using FW, they have find the value of RF and FF. And using that, they have found the value of P. So, നിങ്ങൾ ചെയ്ത് നോക്കാം. മൊമെന്റ് അബൌട്ട് ഡി എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ട് 3 ഇക്വേഷനും 3 അൺനോണും യൂസ് ചെയ്തിട്ട് ആ 3 ഇക്വേഷനെ നമ്മൾ കോമൺ ഫോർമാറ്റിൽ എഴുതാൻ നോക്കാം. 3 ഇക്വേഷനും 3 അൺനോണിനെ കോമൺ ഫോർമാറ്റിൽ എഴുതുക. ദാറ്റ് ഈസ് AX പ്ലസ് BY പ്ലസ് CZ ഈക്വൽ ടു D. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ. ഇതിപ്പോ എക്സിന്റെ വാല്യൂ X is equal to RX എന്ന് കൊടുക്കാം, സോറി RW, Y is equal to RF, Z is equal to P. 3 ഇക്വേഷനും ചിലപ്പോൾ എല്ലാത്തിലും എല്ലാ ടേംസും ഉണ്ടായിക്കോണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ എല്ലാ ടേംസും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ RF-ഉം FW ഉണ്ട്, P ഇല്ല. അതുപോലെ മൊമെന്റ് അബൌട്ട് ബി എടുക്കുമ്പോൾ നമുക്ക് RW വരില്ല, പകരം FF മാത്രമേ FF-ഉം P-യും മാത്രമേ വരുള്ളൂ. അപ്പൊ ഇല്ലാത്ത ടേമിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ 0 ആയിട്ട് കൊടുത്തിട്ട് അങ്ങനെയും ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഏത് മെത്തേഡിൽ വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അപ്പൊ 3 അൺനോണും 3 ഇക്വേഷനും വരുന്ന മെത്തേഡ് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തത്, ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാത്തത്.
നമുക്ക് നമ്മുടെ കാൽക്കുലേറ്ററിൽ അത്രയും സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറ്റയടിക്കാൻ നമുക്ക് ആൻസർ ഡയറക്റ്റ് മൊമെന്റ് ഇക്വേഷൻ ഏതാ ഈ 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, തൽക്കാലം ഈ സ്റ്റെപ്പുകൾ എഴുതിയെടുത്തോളൂ. ആൻഡ് ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി. taking the moment about a taking the moment about a വെച്ചിട്ട് how we will be finding the value of p. moment about b വെച്ചിട്ടുള്ള എൻ്റെ പോർഷൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് കാൽക്കുലേറ്ററിൽ ട്രൈ ചെയ്ത് നോക്കാം. ആൻസർ കിട്ടിയില്ല വെച്ചെങ്കിൽ നമുക്ക് നാളെ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതുകൊണ്ട് ചെയ്യാണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് വേഗം ഒന്ന് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Here is our second part. Second പാർട്ടിൽ we don't have any force on the bottom. താഴെ നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. But we are giving an we are changing the inclination so that the system should be in equilibrium. We are changing the inclination so that the system remains in equilibrium. Okay, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. അതായത് ലാഡർ സ്ലിപ്പ് ആവില്ല. ലാഡർ സ്ലിപ്പ് ആവില്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഷുഡ് ബി 0 ആൻഡ് നെറ്റ് മൊമെന്റ് ഷുഡ് ബി 0. അതാണ് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ. അപ്പോൾ സെക്കൻഡ് കേസ് എന്താ പറഞ്ഞത്? ദേ ആർ റിമൂവിംഗ് ദ ഫോഴ്സ് സോ ദാറ്റ് വാട്ട് ഷുഡ് ബി ദ മിനിമം ഇൻക്ലിനേഷൻ ഗിവൺ ഫോർ ലാഡർ നോട്ട് ടു സ്ലിപ്പ്. ലാഡർ സ്ലിപ്പ് ആവാതിരിക്കാൻ നമ്മൾ കൊടുക്കേണ്ട മിനിമം ഇൻക്ലിനേഷൻ എത്രയാണ്? ഓക്കെ, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻക്ലിനേഷൻ അറിയില്ല. സോ ഇൻക്ലിനേഷന്റെ വാല്യൂ ആൽഫ എന്ന് മാർക്ക് ചെയ്തു. ടി എന്നുള്ള ഫോഴ്സ് ഇല്ല, ഫോഴ്സ് റിമൂവ് ചെയ്തു. സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 3 meter ലെങ്ത് ഉള്ള ladder we have kept on a vertical wall at an angle alpha. Angle അറിയില്ല. So we have marked the frictional force on the wall and the frictional force on the floor. And then frictional force mark ചെയ്തു. Also we have marked the reaction on the wall and the reaction on the floor. വാളിലും ഫ്ലോറിലും നമ്മൾ റിയാക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വീണ്ടും നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്യാം. First we are applying the condition of equilibrium, that is the sigma fx equals to vertical force is 0 and horizontal force equals 0. We are solving the force horizontally and vertically. Horizontal force ലായിരിക്കാം Ff horizontal ആണ് and Rw horizontal ആണ്. വേറെ horizontal force ഒന്നുമില്ല. Ff Rw അല്ലാണ്ട് വേറെ horizontal force ഒന്നുമില്ല. So we will be writing Ff plus Rw is Ff is equal to Rw, or Ff ന്റെ വാല്യൂ നമുക്ക് വീണ്ടും reframe ചെയ്യാം. that is mu1 into Rf എന്ന് എഴുതാം. F of is equal to mu f into Rf എന്ന് എഴുതി 0.35 into Rf എന്ന് എഴുതി. This is our equation number 1. And now solving the force vertically. Vertical force ഏതൊക്കെയാണ്? Rf vertical ആണ്, Fw vertical ആണ്, 1000 vertical ആണ്, 200 vertical ആണ്. 1000 plus 200 is equal to Rf plus Fw. And Fw നമ്മൾ reframe ചെയ്യാണ്. Fw എന്താ? Fw can be written as 0 mu into Rw എന്ന് എഴുതാം. mu ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Fw can be written as mu into Rw 0.25 into Rw. Rw നമ്മൾ ഓൾറെഡി എഴുതി 0.35 into Rf എന്ന് എഴുതിയിട്ടുണ്ട്. Rw is equal to 0.35 into Rf. അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So Fw is equal to 0.09 into Rf. രണ്ട് solving the force horizontally and vertically. അത് കഴിഞ്ഞു. Now we are rearranging the equation. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതി. Rf plus Fw is equal to 1200 എന്നുള്ളത് അതിലെ Fw ന് പകരം 0.09 Rf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ Rfന്റെ വാല്യൂ നമുക്ക് അതിൽ നിന്ന് കിട്ടി 1.01 ന്യൂട്ടൺ. Rfന്റെ വാല്യൂ എന്ന് കിട്ടി. ഓക്കെ, Rfന്റെ വാല്യൂ കിട്ടിയാൽ വി ക്യാൻ റൈറ്റ് ദ വാല്യൂ ഓഫ് Rw ആൻഡ് Fw. Rwന്റെയും Fwന്റെയും വാല്യൂ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. Rfന്റെ വാല്യൂ കിട്ടിയാൽ വി ക്യാൻ റൈറ്റ് ദ വാല്യൂ ഓഫ് Rw ആൻഡ് Fw യൂസിങ് ദ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനി നമുക്ക് ആൽഫിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫ എവിടെ വരുന്നത്? ആൽഫ മൊമെന്റ് എടുക്കുമ്പോൾ മാത്രമേ ആൽഫയുടെ വാല്യൂ വരുള്ളൂ. അതായത് മൊമെന്റിന്റെ ഇക്വേഷൻ മൊമെന്റ് ഇക്വേഷൻ എടുക്കുമ്പോൾ മാത്രമേ ആൽഫയുടെ വാല്യൂ ഉള്ളൂ. കാരണം ലെങ്സുകൾ 3 മീറ്ററിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 cos ആൽഫ. 3 വെർട്ടിക്കൽ കോമ്പണന്റ് ദിസ് ഈസ് 3 sin ആൽഫ. ഇത് 3 cos ആൽഫ. ഈ ഡിസ്റ്റൻസോ? ഡിസ്റ്റൻസ് 1.5 cos ആൽഫ. അപ്പൊ ഈ ഡിസ്റ്റൻസുകൾ എടുക്കുമ്പോൾ നമുക്ക് ആൽഫയുടെ ടേം വരും. സോ വിൽ ബി ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് എ. നമുക്ക് അതേപോലെ എയും ബിയും ഇതിലങ്ങനെ റിക്വയർമെന്റ് ഇല്ല. ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് മൊമെന്റ് കിട്ടും. മൊമെന്റ് അല്ല, ആൽഫയുടെ വാല്യൂ കിട്ടും. മൊമെന്റ് അബൌട്ട് ബി എടുത്താലും ആൽഫയുടെ വാല്യൂ കിട്ടും. മൊമെന്റ് അബൌട്ട് എ എടുത്താലും ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പൊ ഏത് വേണമെങ്കിൽ എടുക്കാം. സോ ഐ വിൽ ബി ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് എ. പോയിന്റ് എ എടുക്കുമ്പോൾ ഈ ഫോഴ്സ് ഉണ്ടായിരിക്കില്ല, ഈ ഫോഴ്സ് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് these two forces are acting on the point A. So these will not create any moment. Another force 200 Newton. 200ന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? This will be distance 1.5 cos alpha. 200 into 1.5 cos alpha.
വെയിറ്റ് ചെയ്യുന്ന മൊമെന്റ് എത്രയാണ്? പോയിന്റ് വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ ഡൗൺവേർഡ്, ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. ഓക്കെ, 1000 എങ്ങനെയാ? വീണ്ടും ഡൗൺവേർഡ്, 3 sin cos alpha, so 1000 into 3 cos alpha, again clockwise. Okay. Next force RW എങ്ങനെ പോകുന്നുണ്ടാവാം? വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് അപ്വേർഡ് ഇങ്ങനെ പോകുന്നുണ്ടാവും. സോ ഇറ്റ് ഇസ് എ ആന്റി ക്ലോക്ക് വൈസ് ആക്ഷൻ. ക്ലോക്കിന്റെ ഡയൽ എങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഇങ്ങോട്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇറ്റ് ഇസ് എ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, എഫ് ഡബ്ല്യു ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ താഴേക്ക് ആക്ഷൻ ചെയ്തു, ഇവിടെയാണ് എഫ് ഡബ്ല്യൂന്റെ പൊസിഷൻ വരിക. സോ ക്ലോക്ക് ഡയൽ എങ്ങനെ വെച്ചാൽ again it is an anti-clockwise direction. So SW 3 cos alpha, RW 3 sin alpha. Again നമുക്ക് ഇതിലും മൂന്നെണ്ണത്തിൽ കോസ് ആൽഫ ഉണ്ട്, ഒരെണ്ണം സൈൻ ആൽഫ. അപ്പൊ നമുക്ക് ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്ന മോഡലിലേക്ക് എത്തണമെങ്കിൽ ഡിവൈഡിങ് ദ ഹോൾ ഇക്വേഷൻ വിത്ത് കോസ് ആൽഫ. എല്ലാ ഇക്വേഷൻ നമ്മൾ 3 cos alpha, ഓക്കെ, അല്ലെങ്കിൽ കോസ് ആൽഫ ഡിവൈഡ് ചെയ്താൽ ഡിവൈഡിങ് വിത്ത് 3 cos alpha നമുക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി. എല്ലാത്തിനും 3 എന്നുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് ഇതിൽ മാത്രം 3 ഇല്ലാത്തുള്ള പകരം 200 എന്നൊരു 100 ആക്കിയിട്ട് ബാക്കി 3 എഴുതി. ഓക്കെ, സോ 1000 ഔട്ട് റിമൈനിങ് 100 FW plus RW tan alpha. നമുക്ക് tan alpha വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ വിൽ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ആൽഫ ആസ് 68.9 ഡിഗ്രി. കഴിഞ്ഞ കേസ് എത്ര ആംഗിൾ കൊടുക്കുന്നുണ്ടായിരുന്നു? കഴിഞ്ഞ കേസ് വി ആർ ഗിവൺ 60 ഡിഗ്രി. സോ അത്രയും ലോഡ് നമ്മളൊരു 183.5 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലാഡറിന്റെ ഇംഗ്ലേഷൻ ഒന്ന് കൂട്ടി വെച്ചു. സോ വി ഗോട്ട് ആൻ ഇംഗ്ലേഷൻ ഓഫ് 68.9 ഡിഗ്രി. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് ഇൻക്ലിനേഷൻ. ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയിട്ട് പൊക്കോളൂ. ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അറ്റൻഡൻസിന് ലിങ്ക് ഒന്നുകൂടി ഇടാം. ഓൾറെഡി കംപ്ലീറ്റ് ആവാത്തവരുണ്ടെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം, അല്ലാത്തവർ ഇത് സ്റ്റെപ്പ് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയി പൊക്കോളൂ. Okay, thank you.